മക്കളെന്താ നോക്കിയേ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, സോ ഒരു 3 ഫംഗ്ഷൻസ് നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് അല്ലേ. നമുക്കറിയാം സിമ്പിളായിട്ട് ചെയ്യാൻ അറിയാം. y തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, dy ബൈ ഡി എക്സ്. സോ നോക്കാം, dy ബൈ ഡി എക്സ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി തരാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ അറിയാം, പക്ഷേ നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, എഴുതി പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്. അകത്ത് കിടന്ന എന്താ, ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇനി എന്ത് ചെയ്യണോടാ, ഇനി എന്ത് ചെയ്യണം, നമുക്കറിയാം കോസ് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുത്തു. ഇനി അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആരാ, ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താ, നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലയോ, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതെന്ത് കിട്ടും, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എന്താ, ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ. പക്ഷെ ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല വന്നേക്കുന്നത്, അതിന് പകരം വന്നേക്കുന്നത് എന്താ, ഇ റൈസ് ടു മൈനസ് എക്സ് വന്നേക്കുന്നത്. സോ ഇ റൈസ് ടു മൈനസ് എക്സിന്റെ സ്ക്വയർ. ഓക്കെ ആണോ? ഓക്കെ, ഇൻറ്റു എന്ത് ചെയ്യണം, ഇനി ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. എന്ത് കിട്ടും, കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1/1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലയോ. നമുക്കറിയാം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, എ റൈസ് ടു എം എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, എം ഇൻറ്റു എൻ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലയോ. സോ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് 2x എന്ന് എഴുതാം, ഇൻറ്റു ഇനി എന്തുകൊണ്ട്, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാ, ഇ റൈസ് ടുന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു തന്നെയാണ്. സോ ഇ റൈസ് ടു മൈനസ് എക്സ്. ഇനി എന്തുകൊണ്ട്, മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, അത് -1 ആണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ ഫൈനൽ ആൻസർ ആയി കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x. ഓക്കെ ഓക്കെ, സോ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ. y നമുക്ക് തന്നിട്ടുണ്ട്, നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കണം, ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും, ഫസ്റ്റ് ഫംഗ്ഷൻ സൈനാ, സൈൻ്റെ ഡെറിവേറ്റീവ് എനിക്കറിയാം കോസ് ഓഫ്, അകത്ത് കിടക്കുന്ന എന്താ, ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇനി ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, അതെന്താ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അതായത് എക്സിന് പകരം ഇവിടെ വന്നേക്കുന്നത് എന്താ, ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം വന്നേക്കുന്നത് എന്താ, ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ്. ടാൻ ഇൻവേഴ്സിന്റെ അകത്ത് കിടക്കുന്ന ആരാ, ഇ റൈസ് ടു മൈനസ് എക്സ്. സോ ഇ റൈസ് ടു മൈനസ് എക്സിന്റെ സ്ക്വയർ ഇൻറ്റു എന്തുകൊണ്ട്, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, അത് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1. കണ്ടോ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ആൻസർ എഴുതാം. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് യൂസ് ചെയ്ത് ആൻസർ എഴുതണം. സ്റ്റെപ്പിന്റെ മാർക്ക് കൊണ്ട് കളയരുത്. ഓക്കെ.